ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്നത് മത്തായി സുവിശേഷം 5-ാം അധ്യായം 13-ാം വാക്യം അടിസ്ഥാനമാക്കിയാണ്. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ഉപ്പ് കാരമില്ലാതെ പോയാൽ അതിന് എന്തോന്നുകൊണ്ട് രസം വരുത്താം. പുറത്തു കളഞ്ഞിട്ട് മനുഷ്യൻ ചവിട്ടുവാനല്ലാതെ മറ്റൊന്നിനും പിന്നെ കൊള്ളുന്നതല്ല. നാം ഭൂമിയുടെ ഉപ്പാണ്. ഒരു ഉപ്പുകല്ല് എപ്രകാരം മറ്റുള്ളവർക്ക് പ്രയോജനമേകുന്നുവോ അതുപോലെ തന്നെ നാം ആയിത്തീരേണ്ടതാണ്. നാം നിത്യേന ഉപയോഗിക്കുന്ന ഈ ഉപ്പ് എങ്ങനെയാണ് ഉണ്ടാകുന്നത്? പ്രത്യേകം തടാകങ്ങളിൽ മാലിന്യം നിറഞ്ഞ സമുദ്രജലം കെട്ടിനിർത്തുന്നു. സൂര്യപ്രകാശം നന്നായി ഏൽക്കുന്ന പ്രദേശങ്ങളാവുക. സൂര്യന്റെ കിരണങ്ങൾ ഈ ജലത്തിൽ പതിക്കുമ്പോൾ ജലമാവിയായി ഉപയോഗപ്രദമായ ഉപ്പ് ലഭിക്കും. മാലിന്യങ്ങൾ ലയിച്ചു കിടന്ന ജലത്തിൽ നിന്നും സൂര്യന്റെ രശ്മികൾ ഏൽക്കുമ്പോഴാണല്ലോ ഉപയോഗപ്രദമായ ഉപ്പ് ലഭിക്കുന്നത്. വിശ്വാസികളായ നമ്മുടെ ജീവിതത്തിലും ഇതുതന്നെ സംഭവിക്കണം എന്ന് യേശു ആഗ്രഹിക്കുന്നു. ഈ ലോകത്തിന്റെ മാലിന്യങ്ങളും ചെളിക്കൂമ്പാരങ്ങളിലും അഴുക്ക് ചാലുകളിലും ആയിരുന്ന നമ്മളിലെ മാലിന്യങ്ങൾ നീങ്ങിപ്പോയി. യേശുക്രിസ്തുവിന്റെ രക്തം നമ്മിലേക്ക് ഒഴുകിയപ്പോൾ നാം ശുദ്ധരായി. ഇതുവരെയും ഈ കിരണങ്ങൾ നിങ്ങളുടെ മേൽ പതിയുവാൻ അനുവദിച്ചിട്ടില്ല എങ്കിൽ അതിനുള്ള സമയമായിരിക്കുന്നു. സമുദ്രജലത്തിൽ മാലിന്യത്തിന്റെ അളവ് എത്ര കഠിനമാണെങ്കിലും ആ ജലം ഉപയോഗപ്രദമായ ഉപ്പാക്കുവാൻ ആ രശ്മികൾക്ക് സാധിക്കും. ഒരു നിമിഷം ചിന്തിക്കുക. നാം ഭൂമിയുടെ ഉപ്പായി മാറിയോ? ആ അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നു? ആ നീതിസൂര്യനിലേക്ക് നമ്മെ തന്നെ അർപ്പിച്ചാൽ മതി. അവൻ നമ്മെ പ്രയോജനപ്പെടുത്തിക്കൊള്ളും. പലപ്പോഴും നാം ഉപ്പിന്റെ അനുഭവത്തിൽ ആയിത്തീരണമെന്ന് ആഗ്രഹിക്കാറുണ്ട്. എന്നാൽ നാം കാരമില്ലാത്ത ഉപ്പാണോ എന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു. പേരിൽ നാം ഉപ്പാണ്, എന്നാൽ നാം ദൈവവചനത്തിന്റെ കാരം ഉൾക്കൊണ്ടിട്ടുണ്ടോ എന്ന് ചിന്തിക്കണം. ദൈവവചനത്താൽ നമ്മെ തന്നെ നിറച്ച് വചനമെന്ന മായമില്ലാത്ത പാല് കുടിച്ച് വളർന്നാൽ നമുക്ക് മറ്റുള്ളവർക്ക് പ്രയോജനം ഉള്ളവരായി തീരുവാൻ കഴിയും. ഉപ്പിന്റെ ഘടന ഒന്ന് നോക്കാം. പ്രപഞ്ചത്തിൽ വർത്തിക്കുന്ന ഏതൊരു വസ്തുവിനും അതിൻ്റെതായ ഘടനയുണ്ട്. ഓരോ വസ്തുവും ഉണ്ടായിരിക്കുന്നത് ചെറിയ ആറ്റങ്ങൾ സംയോജിച്ചാണെന്ന് ശാസ്ത്രം കണ്ടെത്തിയിട്ടുണ്ട്. ഉപ്പിന്റെ രാസനാമം സോഡിയം ക്ലോറൈഡ് എന്നാണ്. സോഡിയവും ക്ലോറിനും ഒരു നിശ്ചിത അളവിൽ ചേർന്നാൽ മാത്രമേ ഉപ്പുണ്ടാകുകയുള്ളൂ. അതിന്റെ അളവ് 23.35.5 എന്നാണ്. ഇത് ഒരല്പമെങ്കിലും കുറഞ്ഞാൽ ഉപ്പുണ്ടാകുകയില്ല. നാമും നമ്മുടെ വിശ്വാസവും കൂടി യഥാർത്ഥമായ ഒരളവിൽ ചേർന്നാൽ മാത്രമേ നമുക്ക് നല്ല ഫലങ്ങളെ പുറപ്പെടുവിക്കാൻ സാധിക്കൂ. ഉപ്പ് രുചിയേകുന്നതാണ്. ഇയ്യോബ് 6:6 നോക്കുക. രുചിയില്ലാത്തത് ഉപ്പ് കൂടാതെ തിന്നുമോ? മുട്ടയുടെ വെള്ളയ്ക്ക് രുചിയുണ്ടോ? നാം കറികളിലും മറ്റും ഉപ്പ് ചേർക്കാറുണ്ട്. എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? കൂടുതൽ രുചി കിട്ടാൻ. ഉപ്പ് ചേർന്ന ഒരു കറിയും അത് ചേർക്കാത്ത ഒരു കറിയും തമ്മിലുള്ള രുചി വ്യത്യാസം നമുക്ക് നന്നായി മനസ്സിലാക്കാൻ കഴിയും. ആ ഉപ്പിന്റെ അളവ് കൂടുകയോ കുറയുകയോ ചെയ്താൽ ശരിയാകില്ല. യേശുക്രിസ്തു നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നാം മറ്റുള്ളവർക്ക് നന്മയെ പകർന്നു കൊടുത്തുകൊണ്ട് സ്നേഹത്തിന്റെ സൗരഭ്യവാസന വീശിക്കൊണ്ട് ജീവിക്കണം എന്നതാണ്. അനേകരെ രുചിപ്പിക്കുവാൻ, അനേകരെ ആശ്വസിപ്പിക്കുവാൻ, അനേകർക്ക് പ്രയോജനമായി തീരുവാൻ നമ്മുടെ ജീവിതം ഇടയായി തീരട്ടെ. ഉപ്പ് വളമായിട്ട് ഉപയോഗിക്കാറുണ്ട്. തെങ്ങിനും കവുങ്ങിനുമൊക്കെ വളമായി ഉപ്പ് സാറിന് ചേർക്കാറുണ്ടല്ലോ. മണ്ണിലുള്ള ആസിഡ് പദാർത്ഥങ്ങളുടെ അളവിനെ മരവിപ്പിക്കുന്നതിനും ചെടികൾ കൂടുതൽ ഉത്സാഹത്തോടെ വളരുന്നതിനുമാണ് ഈ ഉപ്പ് ഇടുന്നത്. യേശുക്രിസ്തു നമ്മെപ്പറ്റി ആഗ്രഹിക്കുന്നത് നാം ഈ ലോകത്തിൽ ആയിരിക്കുമ്പോൾ മറ്റുള്ളവരോട് ഇടപെടുമ്പോൾ അവരിലുള്ള പൈശാചിക സ്വഭാവങ്ങൾ കുറഞ്ഞ് ഇല്ലാതാവുകയും അങ്ങനെ അവർ ദൈവരാജ്യ കെട്ടുപണിക്കായി തഴച്ചു വളരുകയും ചെയ്യുമെന്നാണ്. നമ്മിൽ പരിശുദ്ധാത്മാവിന്റെ അംശമുണ്ടെങ്കിൽ മാത്രമേ ഇത് സാധ്യമാവുകയുള്ളൂ. നാം ചെയ്യുന്ന നന്മ പ്രവൃത്തികൾ കണ്ട് മറ്റുള്ളവർ ദൈവത്തിങ്കിലേക്ക് ആകർഷിക്കപ്പെടണം. ഒരു യാചകൻ നമ്മുടെ അരികിൽ ഭക്ഷണത്തിന് വേണ്ടി വന്നു എന്നിരിക്കട്ടെ. അയാളെ പിടിച്ചു നിർത്തി സുവിശേഷം പറഞ്ഞാൽ ഒരു പ്രയോജനം ഉണ്ടാകുകയില്ല. മറിച്ച് അയാൾക്ക് വേണ്ടുവോളം ഭക്ഷണം നൽകിയ ശേഷം
ദാതാവായ ദൈവത്തെക്കുറിച്ച് അല്പം സംസാരിച്ചാൽ തീർച്ചയായും നല്ല പ്രയോജനമുണ്ടാകും. ഉപ്പ് ചീത്തയായ വെള്ളത്തെ പഥ്യമാക്കുന്നതാണ്. എരിഹോം പട്ടണത്തിലുള്ള ചീത്തയും ഗർഭനാശവുമായ വെള്ളത്തിൽ ഉപ്പ് വിതറി എലീശ അതിനെ പഥ്യമാക്കി. അതുവരെ മാലിന്യമായിരുന്ന ആ ജലം ഉപ്പിന്റെ സാന്നിധ്യം മൂലം ശുദ്ധമായി തീർന്നു. നാം ചിലപ്പോൾ ചെന്നെത്തുന്ന സ്ഥലം വഷളത്വം നിറഞ്ഞതായിരിക്കാം. ആളുകൾ എല്ലാം നിരീശ്വരന്മാരും ദുഷ്ടന്മാരുമായിരിക്കാം. എന്നാൽ നമ്മുടെ പ്രവർത്തനം മൂലം മലിനവും അശുദ്ധവുമായി കിടക്കുന്ന മനുഷ്യ മനസ്സുകളെ ശുദ്ധവും പഥ്യവുമാക്കി മാറ്റണം. ഇരുട്ടിൽ ശോഭിക്കുന്ന മെഴുകുതിരി നാളം എപ്രകാരം മറ്റുള്ളവരെ ലക്ഷ്യത്തിലേക്ക് നയിക്കുന്നുവോ അതുപോലെ നാം ആയിത്തീരണമെന്ന് സ്വർഗം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഉപ്പ് അത് ലയിച്ചു ചേരുന്നു, അത് ചാകുന്നു. ഉപ്പ് നാം വളമിടുകയും ഭക്ഷണത്തിൽ ചേർക്കുകയും മറ്റും ചെയ്യുമ്പോൾ ഉപ്പിനെന്താണ് സംഭവിക്കുന്നത്? സാവധാനം അത് അലിഞ്ഞ് ഇല്ലാതെയാകുന്നു, അഥവാ അത് ചാകുന്നു. ഇങ്ങനെ ഈ ചാകലിലൂടെ മറ്റുള്ളവർക്ക് രുചിയേകുകയും മറ്റുള്ളവർ തഴച്ചു വളരുവാൻ സഹായിക്കുകയും ചെയ്യുന്നു. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് ധാരാളം കഷ്ടങ്ങളും നഷ്ടങ്ങളും ഉണ്ടായേക്കാം. മറ്റുള്ളവരിൽ നിന്ന് പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നേക്കാം. ചിലപ്പോൾ നാം വിശ്വസിക്കുന്ന യേശുവിനു വേണ്ടി രക്തസാക്ഷിത്വം വരെ വരിക്കേണ്ടി വന്നേക്കാം. അപ്പോൾ നമുക്ക് മറ്റുള്ളവരെ യേശുവിന് വേണ്ടി നേടുവാൻ സാധിക്കും. കഷ്ടത പെരുകുമ്പോൾ അവിടെ കൃപയുടെ വലിയ വ്യാപാരമുണ്ടാകും. ആഫ്രിക്കൻ രാജ്യങ്ങൾ സുവിശേഷം അറിയിക്കുവാൻ ചെന്ന ധാരാളം സുവിശേഷകരെ നരഭോജികൾ ഭക്ഷിക്കുകയുണ്ടായി. ഇന്ന് അവിടെ നല്ല ശതമാനം ആളുകളും ക്രിസ്ത്യാനികളാണെന്ന് ഓർക്കണം. ആദിമസഭയ്ക്ക് ധാരാളം പീഡനമേൽക്കേണ്ടി വന്നു. അവയുടെ മധ്യത്തിൽ നല്ല സാക്ഷ്യം നിലനിർത്തുവാൻ വിശ്വാസികൾക്ക് സാധിച്ചതിനാൽ ആളുകൾ ആകർഷിക്കപ്പെടുകയും സഭ തഴച്ചു വളരുകയും ചെയ്തു. ഗോതമ്പ് മണി നിലത്തു വീണ ചാകുന്നില്ല എങ്കിൽ തനിയേ ഇരിക്കും, ചത്തുവെങ്കിലോ അത് വളരെയധികം ഫലമുള്ളവാക്കും. ഈ വചനത്തിനനുസരിച്ച് ജീവിക്കുവാൻ നമുക്കിടയായിത്തീരണം. യോഹന്നാൻ പറയുന്നത്, ഞാനോ കുറയണം, അവനോ എന്നിൽ വളരണം. ഇന്നിപ്പോ അത് മാറി. അവൻ വളരുവോ കുറയുവോ എന്നാന്ന് വെച്ചാകട്ടെ, എനിക്ക് എന്റെ കാര്യം, എന്റെ കുടുംബം, എന്റെ ബിസിനസ്, എന്റെ ജോലി, എന്റെ മക്കൾ എന്ന ചിന്തയിലേക്ക് പലരും മാറിക്കഴിഞ്ഞു. സഭയിൽ പ്രാർത്ഥന നടക്കുവോ നടക്കാതിരിക്കോ എന്നാന്ന് വെച്ചാൽ ചെയ്യട്ടെ, കൺവെൻഷൻ വെക്കുവോ വെക്കാതിരിക്കോ എന്നാന്ന് വെച്ചാൽ ചെയ്യട്ടെ, ആത്മാക്ക വരുവോ വരാതിരിക്കുവോ, ഹോളിന്റെ പടി നടക്കുവോ നടക്കാതിരിക്കുവോ, എന്തായാലും കുഴപ്പമില്ല, നമുക്ക് നമ്മുടെ കാര്യം. ഈ കൂട്ടർക്ക് ഭൂമിയുടെ ഉപ്പാകാൻ സാധിക്കില്ല. അപ്പോസ്തലന്മാർ സ്വയം ഇല്ലാതാകാൻ സമർപ്പിച്ചതുകൊണ്ടാണ് സഭ വളർന്നത്. നാം സ്വയം യാഗമാകാൻ ഏൽപ്പിച്ചെങ്കിലേ മറുഭാഗത്ത് വിജയം കാണുകയുള്ളൂ എന്നോർക്കുക. ഉപ്പിന്റെ ആകൃതി, ഉപ്പിന് പരലിന്റെ ആകൃതിയാണുള്ളത്. നമ്മൾ എത്ര അതിനെ ഇടിച്ചു പൊളിച്ചാലും അത് ആകൃതി ഏകദേശമൊക്കെ നിലനിർത്തും. ആ പ്രകൃതി മാറ്റുവാൻ ആരാലും സാധ്യമല്ല. അതുപോലെ എത്ര കഷ്ടവും പ്രയാസവും വന്നാലും നമ്മുടെ ആത്മീക സ്വഭാവം നഷ്ടപ്പെടരുത്. രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിക്കുന്നവരുടെ ഇടയിലും ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിന്റെ സൗരഭ്യവാസനയാകുന്നു എന്നാണ് പൗലോസ് പറഞ്ഞത്. ധാരാളം ബുദ്ധിമുട്ടുകൾ പൗലോസും കൂട്ടരും അഭിമുഖീകരിച്ചു. ശ്വാസം വിട്ട് ഓടിപ്പോയേക്കാവുന്ന പീഡനങ്ങൾ വരെ ധാരാളം ഏൽക്കേണ്ടി വന്നു. എന്നാലും അവർ പതറിയില്ല. അവരുടെ ആത്മീയത വർദ്ധിച്ചതല്ലാതെ ഒരു തരി പോലും കുറഞ്ഞില്ല. ഇന്ന് പലരും ചൂടുകൾ മാറ്റി ചവിട്ടുന്നവരാണ്. പള്ളിയിൽ ചെല്ലുമ്പോൾ ഒരു സ്വഭാവം, രാഷ്ട്രീയത്തിൽ വേറൊരു സ്വഭാവം, കുടുംബത്തിൽ മറ്റൊരു സ്വഭാവം, സുഹൃത്തുക്കളുടെ ഇടയിൽ വളരെ വ്യത്യസ്തമായ വേറൊരു സ്വഭാവം. ദൈവം നമ്മെപ്പറ്റി ആഗ്രഹിക്കുന്നത് നാം സ്ഥിരമാനസരായിരിക്കണം എന്നതാണ്. ഇനി മറ്റൊരു ചിന്ത, വെള്ളം വറ്റിച്ചാണ് ഉപ്പാക്കിയത് എന്ന് നേരത്തെ പറഞ്ഞല്ലോ. ഇത് വെള്ളമായിരുന്നപ്പോൾ എന്തെങ്കിലും ഒരു ആകൃതി ഉണ്ടായിരുന്നോ? ഇല്ല. അതാണ് എന്റെ സത്യം. ഒരു ബക്കറ്റിൽ ഒഴിച്ചാൽ അതിന്റെ ഷേപ്പ്, ഒരു ഗ്ലാസ്സിൽ ഒഴിച്ചാൽ അതിന്റെ ആകൃതി, ഒരു ബേസിനിൽ ഒഴിച്ചാൽ അതിന്റെ ഷേപ്പ്. എന്നാൽ ഉപ്പായപ്പോഴോ അതിന് അതിൻ്റെതായ ഒരു ആകൃതി, ഷേപ്പ് വന്നു. ഇല്ലേ പ്രിയരെ? നമുക്ക് നമ്മുടേതായ ഒരു വ്യക്തിത്വം വന്നത് എപ്പോഴാണ്? യേശുക്രിസ്തു നമ്മെ പണിയുവാൻ തുടങ്ങിയപ്പോഴാണ്. പത്രോസിനോട് ചോദിച്ചാൽ താൻ പറയും, കേവലം മൂക്കുവനായി ഉളുമ്പ് നാർന്ന മീനെയും പിടിച്ചുകൊണ്ട് നടന്നവനാണ്. എന്നാൽ യേശുവിനെ തെരഞ്ഞെടുത്തു. അവനെന്നെ മനുഷ്യരെ പിടിക്കുന്നവനാക്കി മാറ്റിയപ്പോൾ എനിക്ക് എന്റേതായ ഒരു വ്യക്തിത്വം വന്നു, ഒരു നിലവാരം വന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങളോട് പ്രസംഗിക്കുന്ന എന്റെ കാര്യം പറയട്ടെ. അവന്റെ മഹത്വമുള്ള ശുശ്രൂഷയ്ക്ക് അവൻ എന്നെ അഭിഷേകം ചെയ്താക്കിയപ്പോൾ എനിക്ക് എന്റേതായ ഒരു നിലവാരം വന്നു, എനിക്ക് എന്റേതായ ഒരു വ്യക്തിത്വം വന്നു. അതെ, അവൻ നമ്മെ ഭൂമിക്ക് ഉപ്പാക്കി മാറ്റിയിരിക്കുന്നു എന്നോർക്കുക. ഉപ്പ്
ഒരു ബ്രാൻഡ് നെയിമിലാണ് സാധാരണ മാർക്കറ്റിൽ വരുന്നത്. വെറുതെ കുറച്ച് ഉപ്പ് പാക്കറ്റിലാക്കി വിൽപ്പനയ്ക്ക് ഇങ്ങ് വരികയല്ല. ഏതെങ്കിലും ഒരു കമ്പനിയുടെ പേര് അതിൽ കാണും. സ്പ്രിംഗിള്, അന്നപൂർണ തുടങ്ങിയ എത്രയോ കമ്പനികൾ. പ്രിയരെ, നമ്മെ സ്വർഗീയ ബ്രാൻഡ് നെയിമിലാണ് ഇവിടെ ആക്കിയിരിക്കുന്നത്. പരിശുദ്ധാത്മാവെന്ന ആചാരം കൊണ്ട് നിങ്ങളെ മുദ്ര ചെയ്തിരിക്കുന്നു എന്നാണ് ദൈവവചനം പറയുന്നത്. സ്വർഗീയ ഗവൺമെന്റിന്റെ സീല് പതിച്ചാണ് നമ്മെ ഇവിടെ ആക്കിയിരിക്കുന്നത്. ഈ ലോകമാകുന്ന സമുദ്രത്തിൽ നിന്ന് തന്റെ പുത്രന്റെ ചോരയാൽ നമ്മെ വേർതിരിച്ചു. പ്രത്യേക ദൗത്യത്തിനാണ് സ്വർഗം നമ്മെ രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തിനാണെന്ന് ചോദിച്ചാൽ, മറ്റു പലരെയും ആശ്വസിപ്പിക്കുവാൻ, ജീവന്റെ വചനം അവർക്ക് നൽകുവാൻ, നാടിനും നാട്ടുകാർക്കും തലവേദനയായതിനെ സമൂഹത്തിൽ കൊള്ളാവുന്നവരാക്കി മാറ്റുവാൻ, ജീവിതത്തിന്റെ അർത്ഥമെന്തെന്ന് സഹജീവികളെ ഗ്രഹിപ്പിക്കുവാൻ അവൻ നമ്മെ സ്വർഗീയ ബ്രാൻഡ് നെയിമിൽ ഇവിടെ ആക്കിയിരിക്കുന്നു എന്നോർക്കുക. ഉപ്പ് പാചക സമയത്ത് ഓരോ ആഹാരത്തിനനുസരിച്ച് വ്യത്യസ്ത സമയങ്ങളിലാണ് ഉപയോഗിക്കുന്നത്. എല്ലാ ആഹാരത്തിനും ആദ്യമേ അങ്ങ് വാരിയിടുകയല്ല. ചിലതിന് ആദ്യമേ ഇട്ടെന്നിരിക്കും. മറ്റു ചില ആഹാരങ്ങൾക്ക് പകുതി വേവാകുമ്പോഴാണ് ഉപ്പിടുന്നത്. മറ്റു ചിലതിന് വെന്തു വാങ്ങുമ്പോൾ ആയിരിക്കും ഉപ്പിടുന്നത്. ആ സമയത്ത് മാത്രമേ പാചകക്കാരൻ ഉപ്പെടുകയുള്ളൂ. ആയതുപോലെ തക്ക സമയത്ത് പ്രയോജനപ്പെടുവാൻ നമുക്ക് കഴിയണം. ദൈവം നമ്മെ ഉപയോഗിക്കുന്ന സമയത്തിനായി കാത്തിരിക്കണം. അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തേണ്ടതിന് അവന്റെ ബലമുള്ള കരങ്ങളിൽ താണിരിക്കണമെന്ന് പത്രോസ്ലീഹ നമ്മെ ബോധിപ്പിക്കുന്നു. എപ്പോഴും എല്ലായിടത്തും ദൈവം എല്ലാവരെയും ഉപയോഗിച്ചില്ലെന്ന് വരാം. എന്നാൽ സ്വർഗം നിശ്ചയിച്ച സമയത്ത് നാം പിന്മാറാതെ പ്രയോജനപ്പെടണം. ഓരോ താലന്തുകൾ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അത് അതിന്റെ സമയത്ത് കർത്താവിന്റെ നാമം മഹത്വത്തിനായി പ്രയോജനപ്പെടട്ടെ. എങ്കിൽ നാം ഈ ഭൂമിയുടെ ഉപ്പായി സ്വർഗം നമ്മെ തീർത്തിരിക്കുന്നു എന്ന സത്യം അനേകർക്ക് ഗ്രഹിക്കുവാനിടയായിത്തീരും. ഉപ്പ് പല വിധത്തിലുണ്ട്. പൊടിയുപ്പ്, കല്ലുപ്പ്, ഇന്ദുപ്പ് എന്നിങ്ങനെ പലവിധ ഉപ്പുകൾ. ഓരോന്നിനും അതിൻ്റെതായ ഉപയോഗങ്ങളുണ്ട്. മാന്യതയുള്ളവർ ഇരിക്കുന്ന ഊൺമേശയിൽ പൊടി രൂപത്തിലുള്ള ഉപ്പ് പൊടിയാണ് വെക്കുന്നത്. മാന്യപ്പെട്ട വിരുന്നുകാർ വരുമ്പോൾ മേശമേൽ എന്നെ ഉപയോഗിക്കണം എന്ന് കല്ലുപ്പ് പറഞ്ഞാൽ സാധിക്കത്തില്ല. പൊടിയുപ്പ് ആ പരുവത്തിലായത് പല യന്ത്രങ്ങൾക്കകത്തൂടെ കയറി ഇറങ്ങി പൊടിഞ്ഞു വന്നിട്ടാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരുവൻ കൂടുതൽ മാനിക്കപ്പെടുന്നുവെങ്കിൽ, ദൈവീയ കാര്യങ്ങൾ കൂടുതൽ പ്രയോജനപ്പെടുന്നുവെങ്കിൽ അവൻ കഷ്ടതയിലൂടെ കടന്നുപോയിട്ടാണെന്ന് ഓർക്കണം. ദൈവം കടത്തിവിടുന്ന പാന്താവുകളിൽ പിറുപിറുക്കാതെ നിൽക്കൂ. അവൻ നമ്മെ കൂടുതൽ മാനത്തിന് യോഗ്യനാക്കും. ഇന്ദുപ്പ് രോഗികൾക്കുള്ളതാണ്. കല്ലുപ്പിനും അതിൻ്റെതായ ഉപയോഗമുണ്ട്. പ്രതിസന്ധിയുടെ ചക്കിനകത്ത് നിന്നെ കയറ്റി ഇറക്കുന്നുവെങ്കിൽ ഓർത്തുകൊള്ളുക, ഉന്നതന്മാരുടെ ഇടയിൽ സ്വർഗം നമ്മെ മാനിക്കാറായി. നീ പ്രതീക്ഷിക്കാത്ത ചില സ്റ്റേജുകളിൽ സ്വർഗം നിന്നെ നിർത്താറായി. ഉപ്പ് കേടുകൂടാതെ സാധനങ്ങൾ സൂക്ഷിക്കാൻ ഉപകരിക്കുന്ന ഒന്നാണ്. പണ്ടൊക്കെ കപ്പലിൽ മാംസം കൊണ്ടുപോകുന്നത് ഉപ്പിട്ടായിരുന്നു. ഫ്രിഡ്ജൊന്നും അത്ര സുലഭമല്ലായിരുന്ന കാലം. കേടുകൂടാതെ സാധനം കൊണ്ടുപോകാൻ വേറെ മാർഗമൊന്നുമില്ല. ഉപ്പിടുന്നതിന് മുമ്പ് കേടാകുവാനുള്ള സാധ്യതയുണ്ട്. ഉപ്പ് ഇട്ടതുകൊണ്ട് പിന്നെ ഒരിക്കലും കേടാകാതെ ഇരിക്കുമെന്നുമല്ല. എന്നാൽ ഉപ്പിന്റെ ശക്തി എത്ര നാളുണ്ടോ അത്രയും നാള് കേടാകാതെ ഈ സാധനം ഇരിക്കും. കേടാകുവാനുള്ള പ്രകൃതം എന്നേക്കുമായി മാറുകയില്ല. എന്നാൽ കുറച്ചു നാളത്തേക്ക് കേടാകാതെ സൂക്ഷിക്കുവാൻ ഉപ്പിന് കഴിയും. നമ്മെ ഈ ഭൂമിയിൽ ഉപ്പാക്കി വെച്ചിരിക്കുകയാണ്. ഈ ഭൂമി നശിക്കുവാൻ പോവുകയാണ്. ഇത് കത്തി എരിയുവാൻ പോവുകയാണ്. സകലതും തീക്ക് വേണ്ടി സൂക്ഷിച്ചിരിക്കുകയാണ്. എന്നാൽ നാം ഇവിടെ ഉള്ളിടത്തോളം കാലം ഈ ഭൂമിയിൽ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ തന്റെ ഭക്തന്മാരോട് ചോദിക്കണം. പ്രാർത്ഥിക്കുന്ന ദൈവജനത്തെ ഓർത്ത് ദൈവം ഇത് മുഴുവനായി നശിപ്പിക്കുന്നില്ല എന്ന് മാത്രം തെളിവ് തരാം. എന്റെ ദാസനായ അബ്രഹാമിനോട് ഞാൻ എന്തെങ്കിലും മറച്ചു വെക്കുമോ എന്നാണ് യഹോവ അരുളി ചെയ്തത്. സോദോ നശിപ്പിക്കുവാൻ നേരത്തെ അബ്രഹാം ദൈവത്തോട് ചോദിച്ചു, ഇത്ര നീതിമാന്മാരുണ്ടെങ്കിൽ നീ ആ പട്ടണത്തെ നശിപ്പിക്കുമോ? ഇല്ല എന്ന് ദൈവം മറുപടി പറഞ്ഞു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഭൂമിയുടെ ഉപ്പായി കൽപ്പിച്ചാക്കിയിരിക്കുന്ന നിങ്ങൾ നിമിത്തം ദൈവം നിന്റെ ദേശത്തെ കടാക്ഷിക്കും. പ്രകൃതി ക്ഷോഭങ്ങളിൽ നിന്ന്
വൻ ദുരന്തത്തിൽ നിന്ന് നീയായിരിക്കുന്ന പ്രദേശത്തെ നിങ്ങൾ കാരണം ദൈവം വിടുവിക്കും. ഫറവോനും കൂട്ടരും ബാധകൾ കൊണ്ട് വലയുമ്പോൾ ഹോശേയൻ ദേശത്ത് ബാധയുണ്ടായില്ല. ആകയാൽ നമുക്ക് ഭൂമിയുടെ ഉപ്പായി തീരാം. ദേശം നാം മൂലം അനുഗ്രഹിക്കപ്പെടട്ടെ. ദേശം നാം മൂലം അറിയപ്പെടട്ടെ. നാശത്തിന്റെ വക്കിലെത്തിയിരിക്കുന്ന കുടുംബങ്ങൾ, വ്യക്തികൾ ഉപ്പായം നാം മൂലം ഉദ്ധരിക്കപ്പെടട്ടെ. ദൈവം അതിനായി നമ്മെ ഉപയോഗിക്കട്ടെ. ഏത് പാവപ്പെട്ടവന്റെ വീട്ടിലും പണക്കാരന്റെ വീട്ടിലും ഉപ്പ് അത്യാവശ്യമായ ഒരു സംഗതിയാണ്. മാർബിൾ സൗധങ്ങളിലും ഓലപ്പുരകളിലും ഉപ്പുണ്ട്. വില കുറഞ്ഞ സാധനമെങ്കിലും ആർക്കും ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ് ഉപ്പ്. എല്ലാവരുടെയും വാതിലുകൾ ഉപ്പിനു വേണ്ടി തനിയെ തുറക്കും. സമൂഹത്തിന്റെ മുമ്പിൽ നാം വില കുറഞ്ഞവരായി തോന്നുന്നുവെങ്കിലും അഭിഷേകത്തിന്റെ ശക്തിയുള്ള നിങ്ങൾക്ക് വേണ്ടി ചില ഉന്നതന്മാരുടെ വാതിലുകൾ താനെ തുറക്കുവാൻ പോവുകയാണ്. വിശ്വസിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി ഈ ദൈവവചനത്തിന്റെ ശക്തി അക്ഷരാർത്ഥത്തിൽ വെളിപ്പെട്ടു വരും. അമേരിക്കയിലുള്ള ശാസ്ത്രജ്ഞന്മാർ പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ ഒരു സത്യം കണ്ടെത്തി. ഹൃദയത്തെ ശരിയായ നിലയിൽ നിലനിർത്തുവാനും ചലനമില്ലാത്ത നാഡിയെ ചലിപ്പിക്കുവാനും ഉപ്പിന് ശക്തിയുണ്ട് പോലും. ഇസ്രായേലിനെ കുറിച്ച് യഹോവ പ്രവാചകനോട് അരുളി ചെയ്യുന്നത്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കേണ്ടതിന് നീ അവയോട് പ്രവചിക്കാം. സാവധാനം ത്വക്കും മാംസവും വന്നു, അതിന്റെ മേൽ കാറ്റടിച്ചു, അത് നിവർന്നു നിന്നു. ചലനശേഷി നഷ്ടപ്പെട്ടവ ചലിക്കുവാൻ തുടങ്ങി. നമുക്ക് ചുറ്റുപാടും ആത്മീയമായി അകത്തെ മനുഷ്യൻ ചലനശേഷി നഷ്ടപ്പെട്ട് കഴിയുന്ന വ്യക്തി ജീവിതങ്ങളെ ജീവിപ്പിക്കുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന അഭിഷേകത്തിന്റെ ശക്തിയാൽ കഴിയണം. ഈ നദി ചെല്ലുന്നിടത്തൊക്കെയും ചലിക്കുന്ന പ്രാണികൾ ഉണ്ടാവും. ഉപ്പായി സ്വർഗം ഇവിടെ ആക്കിയിരിക്കുന്ന നമ്മിലെ ആത്മനദിയുടെ പ്രവാഹം നിങ്ങളായിരിക്കുന്ന രാജ്യത്തെ ചലിപ്പിക്കട്ടെ, നമ്മുടെ ഭാരതത്തെ ചലിപ്പിക്കട്ടെ. ഓളങ്ങളിൽ പതറിപ്പോകാതെ വിശ്വാസത്തിൽ ഹൃദയങ്ങളെ നിലനിർത്തുവാൻ ഭൂമിയുടെ ഉപ്പായ നാം പറയുന്ന വചനത്തിന് ശക്തിയുണ്ടെന്നോർക്കുക. യഹൂദന്റെ രീതി അനുസരിച്ച് ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ അതിനെ ആദ്യം ഉപ്പുവെള്ളത്തിൽ കഴുകും. അനേകരെ വിശുദ്ധിയിലേക്കും സത്യത്തിങ്കിലേക്കും നയിക്കുവാൻ നമുക്ക് കഴിയണം. ഉപ്പിന് ശുദ്ധീകരിക്കുവാൻ കഴിവുണ്ട്. എത്ര കട്ടിയുള്ള വസ്തുവും ഉപ്പിട്ടാൽ അതിന്റെ കാഠിന്യം മാറും. കല്ലുപോലുള്ള എല്ലാ ഉള്ളങ്ങളെയും മെഴുകുപോലെ ഉരുക്കി മാറ്റുവാൻ നാം പറയുന്ന ദൈവവചനത്തിന് ശക്തിയുണ്ട്. സാധാരണ ഉപ്പിട്ടാൽ വസ്തുവിന്റെ വ്യത്യാസം അനുസരിച്ച് സമയം കൂടുതലും കുറവൊക്കെ വേണ്ടി വന്നേക്കാം. ഇതുപോലെ വ്യക്തികളുടെ സ്വഭാവം അനുസരിച്ച് മാസങ്ങളോ ദിവസങ്ങളോ കഴിഞ്ഞാലേ ആ വ്യക്തിയിൽ രൂപാന്തരം വരികയുള്ളൂ എന്ന് മാത്രം. എങ്കിലും ഉറപ്പാണ്, ദൈവം തീർച്ചയായും പ്രവർത്തിക്കുക തന്നെ ചെയ്യും. നിരാശപ്പെടരുത്, ധൈര്യത്തോടെ മുന്നേറുക. ആകയാൽ പ്രിയ ശ്രോതാക്കളെ, യേശു നമ്മെ തിരഞ്ഞെടുത്തപ്പോഴാണ് നമുക്ക് നമ്മുടേതായ ഒരു വ്യക്തിത്വം വന്നത്. സമുദ്രത്തിൽ നിന്ന് അവൻ നമ്മെ തന്റെ പുത്രന്റെ ചോരയാൽ ശുദ്ധീകരിച്ചെടുത്തു. വീണ്ടും ജന്മമെന്ന പ്രക്രിയക്കകത്തൂടെ തന്റെ മക്കളാക്കി ഭൂമിയുടെ ഉപ്പാക്കി തീർത്തു. അവനോ വളരണം, ഞാനോ കുറയണം. നാം ലയിച്ചു തീരട്ടെ. യേശു നമ്മിൽ നിറയട്ടെ. അവൻ നമ്മിൽ വളരട്ടെ. അനേകരെ രുചിപ്പിക്കുവാൻ നമുക്ക് കഴിയട്ടെ. സ്വർഗീയ ഗവൺമെന്റിന്റെ മുദ്ര നമ്മുടെ മേലുണ്ട്. പരിശുദ്ധാത്മാവിന്റെ ആചാരം നമുക്ക് തന്നിട്ടുണ്ട്. പ്രതിസന്ധിയുടെ ചക്കിനകത്തൂടെ കടന്നു പോകുന്നതിൽ നിരാശപ്പെടരുത്. ഉന്നതന്മാരുടെ മധ്യേ സ്വർഗം നിങ്ങളെ മാനിക്കാറായി. അവൻ നമ്മെ തക്ക സമയത്ത് ഉയർത്തേണ്ടതിന് അവന്റെ ബലമുള്ള കരങ്ങളിൽ നമുക്ക് താണിരിക്കാം. ഭൂമിയുടെ ഉപ്പായ നാം മൂലം ദേശം അനുഗ്രഹിക്കപ്പെട്ടെ. കഠിന ഹൃദയങ്ങൾ വചനത്തിനു മുമ്പിൽ ഉരുകി മാറട്ടെ. ഉന്നതന്മാരുടെ വാതിലുകൾ നമുക്ക് വേണ്ടി തുറക്കാറായി. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഇന്നലെ സമയത്തിനായി സ്തോത്രം. ശ്രോതാക്കളെല്ലാവരെയും ധാരാളമായി അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഇന്ന് ജീവിപ്പാനാവശ്യമായ ദൈവകൃപ അവിടുന്ന് പകരണമേ. കേൾപ്പിച്ച തിരുവചനത്തിന്റെ ചിന്തകൾക്കായി സ്തോത്രം. ഭൂമിയുടെ ഉപ്പാക്കി നീ ഞങ്ങളെ നിർത്തിയിരിക്കുന്ന സ്തോത്രം. ഞങ്ങളൊക്കെ ആയിരിക്കുന്ന ദേശങ്ങളിൽ, അതാത് രാജ്യങ്ങളിൽ അനേകരെ രുചിപ്പിക്കുവാൻ, അനേകരെ ആശ്വസിപ്പിക്കുവാൻ, അനേകരെ യേശുവിലേക്ക് നേടുവാൻ എല്ലാവരും ഞങ്ങളെ ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കുടെ വിഷയങ്ങളുടെ മധ്യേ പ്രവർത്തിക്കണമേ. പ്രാർത്ഥനയിട്ടിരിക്കാൻ സ്തോത്രം, മറുപടി അയച്ചിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. എല്ലാം നന്മകളാൽ നിറയ്ക്കണം. യേശു നാം ചോദിക്കുന്ന കൃപയുണ്ടായി കേൾക്കണമേ. ആമേൻ.